السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയ ഡയറക്ടർ ജനറൽ, ഹജ്ജ് കമ്മിറ്റി തുടരെ ചെയർമാനായി വന്നു കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമെല്ലാമായ ശ്രീ ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, കഥകൾ മല കയറുന്നു. കഥകൾ, മലകൾ, കയറുകളുടെ രൂപങ്ങൾ, ഇറങ്ങലുകൾ എല്ലാം ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ഖുർആനിൽ 39 തവണ മലകളെ പ്രതിപാദിക്കുന്നു എന്നത് മലകളുടെ മഹത്വം ചില്ലറയല്ലെന്നറിയിക്കുന്നു. ചില മലകളുടെ പേര് പ്രത്യേകം എടുത്തു പറയും. വത്തീനി വസ്സൈത്തൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. തുരിസിന പർവ്വതങ്ങൾ. അതുപോലെ ഇസ്ലാമിക ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഓർ സൗർ, ഓർ ഹിറ, ജൂദി പർവ്വതങ്ങൾ, ജബൽ അബി ഖുബൈസ്, ജബലുൽ സഫ, ജബലുൽ മർവ, ജബൽ ഉഹുദ്, അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ, കഥകൾ, സംഭവങ്ങൾ കാണാൻ കഴിയും. ഏതൊരു കാര്യം കണ്ടാലും കണ്ട് മനസ്സൊന്നും മായാതെ, വായിച്ച് മറക്കാതെ അത് വിശകലനം ചെയ്യാനും വിചിന്തനം നടത്താനും പ്രതികരിക്കാനും സംസ്കരിക്കാനും ഓർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള വിദ്യാർത്ഥി എല്ലാറ്റിനും വിശാലമായ കാഴ്ചപ്പാടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വിചിന്തനത്തിലൂടെ കുറേ സംസ്കരിക്കപ്പെടും, കുറേ മാറ്റങ്ങൾ നേടിയെടുക്കും, വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഖുർആൻ കഥകൾക്ക് നൽകിയ പ്രാമുഖ്യം ചെറുതല്ല. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തി വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഹിക്മത്തുകളിൽ പലപ്പോഴും കഥകൾ പെടും. ഉപദേശത്തെക്കാൾ ആദ്യം പറഞ്ഞ ഹിക്മത്താണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് ന്യൂ ജനറേഷൻ ഉപദേശങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുന്ന സമയത്ത് കഥകൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാകൂല. അത് ചെറിയ കുട്ടി തൊട്ട് പ്രായാധിക്യത്തിൻ്റെ അങ്ങേയറ്റത്തിലെത്തിയവർ വരെ കഥകൾ എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണല്ലോ ഖുർആൻ മഖാസിദുൽ ഖുർആനി മുൻഹസറത്തും ഫി തലാത്ത അൽ അഹ്കാം വൽ അഖായിദ് വൽ ഖസസ്
ഖുർആൻ അടിസ്ഥാന ലക്ഷ്യങ്ങൾ 3 വിശ്വാസ പ്രമാണങ്ങൾ, കർമ്മങ്ങൾ, കഥകൾ, ചരിത്രങ്ങൾ. ഖുർആനിൽ അഹ്കാമുകളായി, വിധിവിലക്കുകളായി 500 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കഥകളാവട്ടെ 1000. കഥകളെക്കുറിച്ച് ജുൽ ബഗ്ദാദി റളിയല്ലാഹു തആല പറയുന്നത് ഇൽമു താരീഖ് ജുന്ദും മിൻ ജുനൂദില്ലാ, അല്ലാഹുവിൻ്റെ മിലിറ്ററികളാണ്. ഇന്ത്യ രാജ്യത്ത് 144 കോടി ജനങ്ങൾ സുരക്ഷിതമായി കഴിയുന്നത് ഇന്ത്യയുടെ മിലിറ്ററി വളരെ സജീവമായതുകൊണ്ടാണ്. ആ മിലിറ്ററിയിൽ എന്തെങ്കിലും അശ്രദ്ധ വന്നാൽ രാജ്യം തകിടം മറിയും. രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ അവരുടെ അധിനിവേശം നടത്തും. പലതും സംഭവിക്കും. വീണ്ടും ജുൽ ബഗ്ദാദി റളിയല്ലാഹു തആല പറഞ്ഞു, ഇൽമു താരീഖ് യുഖവി ഈമാൻ ഔലിയാ ഇല്ലാഹി തആല. അല്ലാഹു തആലയുടെ ഔലിയാക്കളുടെ ഈമാൻ പവർഫുള്ളാക്കുന്നത് കഥകളാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ഓവറാകുന്നു എന്ന ലക്ഷ്യത്തോടെ ഫഹൽ ഇൻദക മിൻ ഷാഹിദ്, അതിന് വല്ല തെളിവും പറയാൻ പറ്റുമോ? ഉടനെ മഹാനുള്ള ഓതിക്കൊടുത്തു. വകുല്ലൻ നഖ്സു അലൈക മിൻ അംബാഇർ റസുൽ ലിനുസബ്ബിത ബിഹി ഫുആദക. നബി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ തസ്ബീത്തുൽ ഫുആദ്, അവിടുത്തെ ഹൃദയത്തിന് എന്നെന്നും പവർഫുള്ളാക്കി നിർത്തിയത് കഥകളിലൂടെയാണെന്ന് ഖുർആൻ പറയുന്നത്. ഖുർആൻ കഥകൾക്ക് നൽകിയ പ്രാധാന്യങ്ങൾ ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മഅദിൻ സന്തതികളോട് ഈ എംലിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നിർണായക ദിവസങ്ങളായി മാറണം. ഈ വിലപ്പെട്ട സമയം പൂർണ്ണമായും എംലിറ്റിൻ്റെ 200-ലേറെ സബ്ജക്റ്റുകളിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന അനേകം കഴിവുകളെ പുറത്തെടുക്കാനും ആ കഴിവുകൾ പുറത്തെടുത്ത് നിങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ കടാവിളക്കായി നിങ്ങൾ എന്നെന്നും വെള്ളി നക്ഷത്രങ്ങളായി എന്നെന്നും നിങ്ങളുടെ പ്രകാശ കിരണങ്ങൾ ലോകത്ത് നിലനിർത്തുന്നവരായി മാറ്റുന്നത് നിങ്ങളുടെ കലകളാണ്. മനുഷ്യന് മരണമുണ്ട്, കലകൾക്ക് മരണമില്ല. മനുഷ്യന് സ്ഥലകാല പരിമിതികളുണ്ട്, കലകൾക്ക് സ്ഥലകാല പരിമിതികളില്ല. മനുഷ്യന് ആരോഗ്യവും അനാരോഗ്യവുമുണ്ട്, കലകൾ അങ്ങനെയല്ല. കലകളുടെ വില നിർണ്ണയിക്കാൻ കഴിയില്ല. നിങ്ങൾ കലകളിലൂടെ അനേകം കലകളുടെ ഉറവിടങ്ങളായി മാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞു എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി